നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ വിജയൻ അത്യാസന്ന നിലയിലാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ പോയി ഇരിക്കാനുള്ള ആവത് പോലും വീണയ്ക്കില്ല. വീണയ്ക്ക് എന്താണ് അസുഖം? അതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. പാർട്ടിക്കാരോട് പോലും എന്താണ് അസുഖമെന്ന് പറയാൻ പിണറായിക്ക് കഴിയുന്നില്ല. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ പാർട്ടിക്കാരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് വന്നപ്പോൾ സ്വന്തം പാർട്ടിക്കാരെയും അണികളെയും ഒക്കെ ഇറക്കിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അവരുടെ കാർ ആക്രമിക്കുകയും ചെയ്ത പിണറായി, എനിക്കും എൻ്റെ കുടുംബത്തിനും എന്തെങ്കിലും സംഭവിച്ചാൽ പാർട്ടി ഉണ്ടടാ ചോദിക്കാൻ എന്ന് അങ്ങ് കാണിച്ചു കൊടുക്കുകയായിരുന്നു. പക്ഷേ പിണറായി കുടുംബത്തിന് വേണ്ടി ചാകാനും കൊല്ലാനും ഇറങ്ങിയ പാർട്ടി പ്രവർത്തകരോട് പിണറായി ചതിയല്ലേ കാണിക്കുന്നത്? മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലും പാർട്ടിക്കാരോട് പറയാൻ പോലും പിണറായിക്ക് കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ്? മടിയിൽ കനമില്ല, ഭയക്കാനൊന്നുമില്ല, വഴിയിൽ പേടിക്കാനില്ല എന്ന് പിണറായി നിരന്തരം പറയുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമ്പോൾ മാത്രം വീണ വിജയന് വയ്യാതാകുന്നത്? സത്യത്തിൽ പാർട്ടിക്കാരോട് ഒരല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ, വീണയ്ക്ക് വേണ്ടി തല്ലുകൊള്ളാൻ ഇറങ്ങിയ പ്രവർത്തകരോട് അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ പിണറായി വിജയൻ മകളെ ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കുകയല്ലേ വേണ്ടത്? ഇതിപ്പോൾ വിട്ടുകൊടുക്കാതെ ഇങ്ങനെ ചിറകിനടിയിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പദവി ഉപയോഗിക്കാൻ എത്രത്തോളം പിണറായിക്ക് കഴിയും മകളെ രക്ഷിക്കാൻ? മറ്റൊരു കാര്യം, ED രണ്ടും കൽപ്പിച്ചാണ്. വെള്ളിയാഴ്ച, അതായത് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നായിരുന്നു സമൻസ് കൊടുത്തിരുന്നത്. ഇതോടെയാണ് വീണ അത്യാസന്ന നിലയിലായത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിട്ടില്ല. പക്ഷേ വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഇന്ന് കാരണം അറിയിച്ചിരിക്കുന്നത് വയ്യാത്തത് കൊണ്ട് ഹാജരാകാൻ കഴിയില്ല, എൻ്റെ അഭിഭാഷകനെ ഞാൻ വിടാം, നിങ്ങൾ ആവശ്യപ്പെടുന്ന രേഖകളെല്ലാം ഞാൻ അങ്ങോട്ടേക്ക് അയക്കാം എന്നായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഓ വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാമെന്ന്, തലസ്ഥാനത്തോട്ട് വന്നുകൊള്ളാമെന്ന് അവർ നല്ല ഒന്നാന്തരം മറുപടി കൊടുത്തു. ഇതോടെയാണ് വീണ അടപടലം പെട്ടുപോയത്. ബുധനാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചു. ഇതോടുകൂടി ഇനി എന്ത് ചെയ്യാൻ കഴിയും? വീണ വിജയനെ ചോദ്യം ചെയ്യാനിരിക്കുന്നത് ബുധനാഴ്ച. അതിനു മുൻപ് തന്നെ, അതായത് ശനി ഞായർ ദിവസങ്ങളിൽ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോടെയോ CMRL ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. വീണ വിജയന് അഭിഭാഷകർ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ഇരുന്നതാണ്. അതായത് വെള്ളിയാഴ്ച ഹാജരായില്ല, അസുഖം ഉള്ളതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറച്ചധികം സമയം നീട്ടിത്തരും എന്നൊക്കെയായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ അവർ പിടിച്ച പിടിയാലെ ബുധനാഴ്ച തന്നെ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതോടുകൂടി വലിയ പ്രിപ്പറേഷനൊന്നും വീണയ്ക്ക് സാധിക്കില്ല. കാരണം CMRL ഉദ്യോഗസ്ഥരോട് എന്താണ് ED ചോദിക്കുന്നത് എന്നറിഞ്ഞിട്ട് വേണം, അതിനനുസരിച്ചുള്ള ചോദ്യമൊക്കെ വേണം പറഞ്ഞ് പഠിപ്പിച്ചെടുക്കാൻ വീണയെ. കൊടികെട്ടിയ വക്കീലന്മാരെയൊക്കെയാണ് പിണറായി ഇറക്കിയിരിക്കുന്നത്. പക്ഷേ അതെല്ലാം കൂടെ പഠിച്ചെടുക്കാനുള്ള ഒരു സമയം വീണ വിജയന് കിട്ടില്ല. ബുധനാഴ്ച തന്നെ ചോദ്യം ചെയ്യൽ. ബുധനാഴ്ചയും എന്തെങ്കിലും അത്യാസന്ന നിലയിലാണെന്ന് പറഞ്ഞ് വല്ല ICUവിലോ വെന്റിലേറ്ററിലോ പോയി സെറ്റിട്ട് കിടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ EDയോട് അത് വില പോകാൻ പോകുന്നില്ല. കാരണം ബുധനാഴ്ച വീണ ഹാജരായില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ വെന്റിലേറ്ററിൽ വല്ലതും പോയി കിടക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വീണയുടെ അസുഖം എന്താണെന്ന് കൃത്യമായി EDയെ ബോധിപ്പിക്കേണ്ടി വരും. ഉഡായിപ്പ് നടക്കില്ല എന്ന് സാരം. കാരണം കോടതിയുടെ അനുമതിയുണ്ട്, സ്വതന്ത്രമായ അന്വേഷണത്തിന് EDക്ക് അവകാശമുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ വീണ ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ ED നേരെ കോടതിയിലേക്ക് പോകും. എന്തുകൊണ്ട് വീണ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ല എന്നുള്ള ചോദ്യം കോടതി ചോദിക്കും. അങ്ങനെ വരുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് കോടതി പറയും തൂക്കിയെടുത്ത് അകത്തിട്ടുള്ളാൻ. അങ്ങനെ അടപടലം പെട്ടുപോകും. അതുകൊണ്ട് വീണയ്ക്ക് ഒന്നെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരായേ മതിയാകൂ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും മാരക രോഗമായിരിക്കണം. എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ബുധനാഴ്ച കാത്തിരുന്ന് കാണണം. ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പിണറായിക്ക് കൃത്യമായിട്ടറിയാം. വീണയെ അല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലക്ഷ്യം വെക്കുന്നത് എന്ന്. ഒരു മാസപ്പടി കേസ് മാത്രമല്ല ഇവിടെ. പല മാധ്യമങ്ങളും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന് പിന്നിലുണ്ട്. എക്സാലോജിക് എന്ന വീണ വിജയന്റെ കമ്പനിയിലേക്ക്, കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് കുറച്ച് കോടികൾ ഒഴുകിയതിൻ്റെ കഥയല്ല ഇവിടെ ഉള്ളത്. അതിനപ്പുറത്ത് കോടാനുകോടികളുടെ അഴിമതി ഇവിടെ നടന്നിട്ടുണ്ട് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഈ അഴിമതി കേസ് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോ SFIOയ്ക്കോ കഴിയില്ല. അതിന് CBI വരണം.
SFIO എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കളത്തിലേക്ക് ഇറങ്ങാൻ ഉള്ള പഴുതുണ്ടാക്കി കൊടുത്തു. അതിനുള്ള എല്ലാ തെളിവുകളും SFIOയുടെ പക്കൽ നിന്ന് EDക്ക് കിട്ടി. ED മുഖാന്തരം വേണം ഇനി CBIക്ക് വരാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കാൻ. അതായത് ഇവിടെ കോടാനുകോടികളുടെ കരിമണൽ ഖനന അഴിമതി നടന്നിട്ടുണ്ട്, ആലപ്പുഴ കേന്ദ്രീകരിച്ച്, ആറാട്ടുപുഴയിലും തൃക്കുന്നപ്പുഴയിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ അഴിമതി കേസിലേക്ക് വേണം അന്വേഷണം പോകാൻ. ഇവിടെ ഒരു 2.25 കോടി വീണയുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയത് മാത്രമല്ല, കോടാനുകോടികൾ ഒഴുകിയിട്ടുണ്ട്. അത് പക്ഷേ അങ്ങ് ദുബായ് കേന്ദ്രീകരിച്ച് ചിലരുടെ ബിസിനസ് സാമ്രാജ്യങ്ങളിലേക്കാകാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. അങ്ങനെയാണെങ്കിൽ ആ അഴിമതിയുടെ മാസ്റ്റർ ബ്രെയിൻ അത് വീണ വിജയൻ അല്ല എന്നുള്ളതും EDക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ അത് പിണറായി വിജയൻ ആണ് എന്ന് ഏകദേശം എല്ലാവർക്കും ഒരു ഉറപ്പുണ്ട്, പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക്. എന്നാൽ പഴുതടച്ചുള്ള ഒരു അന്വേഷണം വേണം. ആ പഴുതടച്ചുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നതിന് പൊടുന്നനെ CBIക്ക് കേരളത്തിൽ പറന്നിറങ്ങാൻ കഴിയില്ല. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഈ പറയുന്നത് പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇവിടുത്തെ CPMനെ വേട്ടയാടുന്നു എന്നുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പിണറായിക്ക് കഴിയും. അതുകൊണ്ടാണ് പൊടുന്നനെ CBI ഇറങ്ങാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വഴി വീണയിലേക്ക് അന്വേഷണം ഘടിപ്പിക്കുന്നത്. വീണയെ ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുത്താൽ വീണയുടെ നാവിൻ തുമ്പിൽ നിന്ന് വരുന്ന ഓരോ വാക്കും പിണറായിയിലേക്കുള്ള താക്കോലാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ മകളെ ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കാത്തത്. ഒരു എക്സാലോജിക് എന്ന കമ്പനി തട്ടിക്കൂട്ടി ഒരു 2.25 കോടിയുടെ അഴിമതി അല്ല, അല്ലെങ്കിൽ മാസപ്പടി വാങ്ങിയെടുക്കുകയല്ല ചെയ്തിരിക്കുന്നത്. പിണറായി വിജയന്റെ തായ്ക്കണ്ടിയിൽ എന്ന കുടുംബത്തേക്ക് കോടാനുകോടികൾ മറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കോടാനുകോടികൾ എവിടേക്ക് പോയി? ദുബായ് കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കണം എന്നുള്ള ഒരു ആവശ്യം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള കാര്യമല്ല. ഇതിനു മുൻപ് തന്നെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ സംഘം, അതായത് SFIOയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇരുന്നൊരു ചർച്ച നടത്തിയിരുന്നു കൊച്ചിയിൽ. ആ ചർച്ചയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരോട് SFIO പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ദുബായ് കേന്ദ്രീകരിച്ച് അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാറായിരുന്നു, എന്നാൽ ചില സമ്മർദ്ദങ്ങൾ മൂലം അതിന് കഴിഞ്ഞില്ല എന്ന്. ഒരു പ്രമുഖ വ്യവസായി ആ അന്വേഷണത്തിന് തുരങ്കം വെച്ചു എന്നാണ് ചില ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആരാണ് ആ പ്രമുഖ വ്യവസായി എന്നൊക്കെ ഉള്ളത് വഴിയേ അറിയണം. എന്തായാലും ആ അന്വേഷണം പാതി വഴിയിൽ ഇട്ട് മടങ്ങേണ്ടി വന്നു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക്. ഇവിടെയാണ് പിണറായി വിജയനിലേക്ക് പോകാനുള്ള ചില താക്കോലുകൾ വീണയുടെ വായിൽ നിന്ന് കിട്ടേണ്ടത്. വീണയെ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ വീണ വിജയൻ എന്തെങ്കിലും മാരക രോഗമുണ്ടെന്ന് അവർ തെളിയിക്കാൻ കഴിയണം. മുൻപും ചിലരെയൊക്കെ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിക്കുമ്പോൾ സെറ്റിട്ട് വെന്റിലേറ്ററിൽ കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. പറഞ്ഞു വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ചില നേതാക്കന്മാർ വെന്റിലേറ്ററിൽ പോയി കിടന്നതിനെ കുറിച്ച് തന്നെയാണ്. അതുപോലെ ഇനി വീണയെ വെന്റിലേറ്ററിൽ കൊണ്ട് കിടത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി വീണ ചോദ്യം ചെയ്യലിൻ്റെ മുനയിൽ തന്നെയാണ്. ഇത് മാത്രമല്ല, കേന്ദ്ര അന്വേഷണ സംഘങ്ങളുടെ നിരീക്ഷണത്തിലാണ് വീണ വിജയൻ. പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ, അതായത് തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ വീടിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട് കേന്ദ്ര രഹസ്യ അന്വേഷണ സംഘങ്ങൾ. അവർക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. വീണ പത്മവ്യൂഹത്തിലാണ് ചെന്ന് വീണിരിക്കുന്നത്. പിണറായി വിജയൻ അവരെ എങ്ങനെ ഊരിയെടുക്കാൻ കഴിയും? പഴയ ഒരു പ്രിവിലേജ് ഒന്നും ഇപ്പോൾ പിണറായിക്കില്ലല്ലോ. തന്നെയല്ല, വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ഇതിനു മുൻപൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും SFIOയുടെയും ഒക്കെ ചോദ്യം ചെയ്യലിന് പോയിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ ആ ഒരു പ്രിവിലേജും പവറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പവർ മാത്രമേ പിണറായിക്കുള്ളൂ. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ദുബായ് കേന്ദ്രീകരിച്ച് അന്വേഷണവുമായി കേന്ദ്ര ഏജൻസികൾ വീണ്ടും രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അബുദാബിയിലുള്ള മകൻ ഉൾപ്പെടെ കുരുക്ക് വീഴുമോ എന്നുള്ളതാണ്. ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കേണ്ടി വരും സഖാവെ. പാർട്ടിക്കാരെ മുഴുവൻ ഇറക്കി മകളെ രക്ഷിക്കാനുള്ള നീക്കമൊന്നും ഇനി വില പോകാൻ പോകുന്നില്ല. വലിയ പ്രതിസന്ധിയിലേക്കാണ് പിണറായിയും കുടുംബവും വന്ന് വീണിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.